കോതമംഗലത്ത് വയോധികന് ക്രൂരമർദ്ദനം എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നെല്ലിക്കുഴി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്ക മാവുടിക്കാണ് മർദ്ദനമേറ്റത്. ആക്രമിച്ചത് ഡിവൈഎഫ്ഐക്കാരെന്നാണ് പരാതി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സഹിന ആന്റണിയാണ് വിവരങ്ങളുമായി ചേർത്തത്. സഹിനെ, ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതാണ് CCTV ദൃശ്യങ്ങൾ. ഇതിപ്പോ എന്തായിരുന്നു പ്രകോപനം? എന്താണ് അവിടെ സംഭവിച്ചത്? സേതു, അത് തന്നെയാണ്. ഈ വയോധികന് ഒരു ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. ഈ മർദ്ദനമേറ്റത് കോതമംഗലം നെല്ലിക്കുഴിയിലെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അസീസ് നായിക്കമാവോടിക്കാണ്. അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകനെന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ഇന്നലെ തോരണങ്ങൾ ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് തന്നെ മർദ്ദിക്കുന്നതിന് കാരണമെന്നാണ് അസീസ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിലും പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം കാര്യമായി തന്നെ അദ്ദേഹത്തെ മർദ്ദിക്കുന്നുണ്ട്. ഇത് പിടിച്ചു മാറ്റാൻ വന്ന ആളുകളെയും ഈ ചെറുപ്പക്കാരൻ മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നതും. എന്തായാലും അസീസിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സേതു. ഓക്കെ സഹിൻ, ശരി. കോതമംഗലത്താണ് വയോധികന് ക്രൂരമർദ്ദനം. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.